വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ ഡിസ്ചാർജിങ് വ്ളോഗാണ്. ആക്ച്വലി അതിനെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു വ്ളോഗിനായിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിനൊരു ഡിസ്ചാർജും ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബിസി ആയിരുന്നു. എന്തൊക്കെയോ കാരണം കൊണ്ട് ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് തംബ്നെയിൽ വരെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ എന്തായാലും കാണിക്കാം. ഇൻഷാ അല്ലാ ഇനി മുതൽ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പിന്നെ എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ വന്നിട്ടുണ്ടാകുന്ന എല്ലാ ദിവസവും 5 മണിക്ക് എന്തായാലും വീഡിയോ ഉണ്ടാവും കേട്ടോ. രാവിലെ തന്നെ ഡോക്ടർ റൗണ്ട്സിനൊക്കെ വന്നപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഡിസ്ചാർജ് ആണ്, ബാക്കിയെല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴേക്കും ആൾ നോർമലായിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. കാരണം ഹോസ്പിറ്റലായതുകൊണ്ട് ഒരു 6 മണിക്കൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെ ഉറങ്ങാറില്ല. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം എന്തോ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡിസ്ചാർജിങ്ങിൻ്റെ അന്ന് വിഷു ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും അങ്ങനെ ചെറിയ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ടൈം ആയപ്പോഴേക്കാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചത്. പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ട കഴിക്കാനുള്ള കാരണം വേറെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. വിഷുവിൻ്റെ അന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷോപ്പുകളിൽ തിരക്കുണ്ടായിരുന്നു തോന്നുന്നു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇതേ അയിനുവിൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കേണ്ടത് കഴിക്കുക, എന്നിട്ട് തുപ്പികളെ. പിന്നെ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന് ഡ്രോയിങ്ങിലോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഈ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ച് കളിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കും ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടമായിട്ട് ഞാൻ മാക്സിമം ബുക്കും സ്കെച്ചൊക്കെ അതിനു കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് അതിനുവിൻ്റെ പല ഇമോഷൻസ് കാണാം കേട്ടോ. അങ്ങനെ അതിനുവിൻ്റെ ഈ ഇമോഷൻസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒതുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പാക്ക് ചെയ്യണമല്ലോ, നമുക്ക് വീട്ടിൽ പോകണ്ടേ. അങ്ങനെ ഞാനും അതും കൂടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം സാധനങ്ങളുണ്ട്, കാരണം അതിനും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടിട്ടേ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഡ്യൂട്ടിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം പാക്കിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒതുക്കിയിരിക്കണതിൻ്റെയൊക്കെ ഇടയ്ക്ക് അയിനൂസിന് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അയിനുവിന് എന്തൊക്കെയോ, അതായത് ഞങ്ങൾ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അയിനുവിന് എടുത്ത് നോക്കണം, ഇത് വെക്ക് അത് വെക്ക് അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പനിയൊക്കെ മാറിയ ആൾ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജിൻ്റെ ടൈമിൽ. പിന്നെ ഞാൻ ഓരോ ജോലികളൊക്കെ ചെയ്യണതിനിടയ്ക്ക് അതിന് വന്നിട്ട് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് തരണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആളെന്തൊക്കെയോ ചെയ്ത് തരാൻ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ശരിയാവണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഒരു ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. ഫുഡ് അടുത്തുള്ള കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ആദ്യമാണ് പുറത്ത് പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാനും അതും കൂടിയിട്ട് ഷോപ്പിൽ പോയിട്ടാണ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ആക്ച്വലി കൊണ്ടുപോകാൻ പാടില്ല പുറത്തോട്ട്. അപ്പോൾ താഴെ ഒരു പാർക്ക് പോലത്തെ സംഭവിക്കില്ലേ, അവിടെ തന്നെ കളിക്കുമ്പോൾ തന്നെ അവർ കണ്ടേനെ വന്ന് ചീത്ത പറയാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേബിയും കൂടി അഡ്മിറ്റ് ആയിരുന്നു എന്നറിയില്ല. അപ്പോൾ അവർ ഇടയ്ക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ അവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോയാൽ അവരറിയത്തില്ല, അതായത് ഡോക്ടേഴ്സിനെ ഒന്നും അറിയില്ല എന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്ന് പോയി ഫുഡ് വാങ്ങിയത്. അപ്പോൾ ഞാൻ അതിനായിട്ട് പുറത്തിറങ്ങില്ല കേട്ടോ. ക്യാനിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിസ്ചാർജ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് പോയി ഫുഡ് വാങ്ങിച്ച് ഞാനും അതിനും കാറിൽ വെയിറ്റ് ചെയ്ത് നിന്ന്. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് കുറേ ദിവസമായല്ലോ ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങിയ ഒരു ഹാപ്പിനെസ് അതിൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബില്ലടക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും അതിനും റൂമിലിരുന്ന് ഞാൻ പോയിട്ട് ബില്ലൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും അതിനൊരു ക്യാനിൽ ഊരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അളിയനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അളിയനെ അതിനെ കാണാൻ കുറച്ച് ദിവസമായി വരാൻ നിൽക്കണേ. അപ്പോൾ എന്തോ വരാൻ പറ്റാത്തതുകൊണ്ട് അന്നത്തെ ദിവസമാണ് ഡിസ്ചാർജിൻ്റെ അന്നായിരുന്നു അളിയൻ വന്നിട്ടുണ്ടായിരുന്നത്. വന്നത് നന്നായി, കാരണം സാധനങ്ങൾ അതിനും എല്ലാം കൂടി ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അളിയൻ അതിനെ പിടിച്ചിട്ട് അങ്ങനെ രണ്ടൊരു സാധനങ്ങളൊക്കെ പൊക്കിയിട്ട് അങ്ങനെ വണ്ടിയിൽ കയറ്റി പോകാൻ പോണേ കേട്ടോ വീട്ടിലോട്ട്. അസ്സലാമലൈക്കും പറഞ്ഞ ടാറ്റാ ഹോട്ടലിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അളിയന് ചാറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ പൊടിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കയ്യിൽ ക്യാനിൽ ഉരിയതിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്, ഒരു കോട്ടൺ വെച്ചിട്ട് അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് മാറ്റിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ഡിസ്ചാർജിങ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ.